ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരള കാർഷിക സർവകലാശാലയിൽ വീണ്ടും ഫീസ് കൊള്ള. കോൺവൊക്കേഷൻ ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ 2500 ആയിരുന്ന തുക 5000 ആക്കി ഉയർത്തിയിരിക്കുന്നു. പരാതി നൽകിയിട്ടും തുക കുറയ്ക്കാനോ സമയപരിധി നീട്ടി നൽകാനോ അധികൃതർ തയ്യാറായിട്ടില്ല എന്ന വിദ്യാർത്ഥികൾ ആരോപിക്കുകയാണ്. ഗോപാൽ ഷിരാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഈ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഗോപാൽ, ഈ ഫീസ് വർധനവ് ചെറിയ തോതിലൊന്നുമല്ല ഈ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2024-25 വർഷത്തിൽ പാസ് ഔട്ടായ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 2500 രൂപയായിരുന്ന കോൺവൊക്കേഷൻ ഫീസ് ഇത്തവണ ഒറ്റയടിക്ക് 5000 അതായത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഈ കോൺവൊക്കേഷൻ ഫീസ് കൊടുക്കാതെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്നതിനാൽ തന്നെ ഇവർ എല്ലാവരും ഇത്തരത്തിൽ ഈ ഫീസ് നൽകാൻ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നമുക്കറിയാവുന്നതാണ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാർഷിക സർവകലാശാലയിലെ പ്രവേശന ഫീസ് അടക്കം വർദ്ധിപ്പിച്ചത് വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾക്കും പിന്നീട് മന്ത്രിസഭ അടക്കം ഇടപെട്ട ഫീസ് കുറയ്ക്കുന്ന തരത്തിലേക്ക് വലിയ തരത്തിലേക്കുള്ള ചർച്ചാ വിഷയമാവുകയും ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യം 18-ാം തീയതി വരെ ഈ ഫീസ് അടയ്ക്കാനുള്ള സമയം നീട്ടി നൽകി. അപ്പോൾ കുട്ടികൾ ഇത്തരത്തിൽ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് ഇത്ര വലിയ തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അത് 23-ാം തീയതി വരെ നീട്ടി നൽകി. കുട്ടികൾ കോളേജ് അധികൃതർക്കും സർക്കാർ തലത്തിലും എല്ലാം തന്നെ പരാതി നൽകിയെങ്കിലും ഒരു തരത്തിലേക്കുള്ള ഇടപെടലോ നീക്കുപോക്കോ ഉണ്ടായിട്ടില്ല. ഇതോടുകൂടി തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്ന ആശങ്ക മൂലം ഇവർ കടം മേടിച്ചിട്ടായാലും അല്ലാതെയും ഒക്കെ ഈ പണം 23-ാം തീയതിക്കുള്ളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അടച്ചിട്ടുണ്ട്. അപ്പോഴും ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എന്ന ഒരു നിർണായക വസ്തുവിന്റെ പേര് പറഞ്ഞിവരെ പകൽക്കൊള്ളയ്ക്ക് വിധേയമാക്കുകയാണ് സർവകലാശാല അധികൃതർ എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. സ്മൃതി. ശരി, ഗോപാൽ ഷിരാസനാണ് വിവരങ്ങൾ നൽകിയത്.